ഹൈ പ്രൈസിലോ. നോക്കൊരു താമരക്കുളം എന്ത് മനോഹരമായിരിക്കുന്നു. നോക്കിക്കേ, ഇതിനകത്തുള്ള താമരപ്പൂ എന്ത് മനോഹരമായ യേശുപ്പത്തിൻ്റെ സൃഷ്ടിയാ. ഇതാ നോക്കി, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശലോമോൻ പോലും ഇത്രത്തോളം ചമഞ്ഞിരുന്നില്ല എന്ന്. ശലോമോൻ്റെ പ്രൗഢിയും ഇതൊക്കെ നമുക്കറിയാവുന്ന, അത് നമുക്ക് വചനത്തിൽ നിന്ന് അറിയാവുന്നതാണ്. അത്രമാത്രം കർത്താവ് ഇതിനെ മനോഹരമായിട്ട് ചമഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് സർവാംഗ സുന്ദരൻ തന്നെ. നമുക്ക് കർത്താവിനെ ഒന്ന് ഉയർത്താം. ചാരോൻ പനിനീർ കുസുമവൻ താഴ്വരകളിലെ താമരയും മധുരഫലം തരും നാരകമാ തന്നിഴലതിനിൽ താമസമാ എൻ പ്രിയനെന്തു മനോഹരനാ തൻ മത്തായി സുവിശേഷം 6:28 പറയുന്നു, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. എത്രയും നയന മനോഹരമാണ് പ്രിയനേശു, ആശ്വാസമാം പരിശുദ്ധമൊഴികൾ. എത്രയും നയന മനോഹരമാണ് പ്രിയനേശു, എൻ ഹൃദയത്തിൻ ആശ്വാസമാം പരിശുദ്ധമൊഴികൾ. താതൻ മിഴിയിണകളാൽ എന്നെ തഴുകിയുറക്കും, കർത്തൻ കരങ്ങൾ അനുഗ്രഹമായ ശിരസിൽ അഭിഷേകമണിയും. എത്രയും നയന മനോഹരമാണ് പ്രിയനേശു, എൻ ഹൃദയത്തിൻ ആശ്വാസമാ പരിശുദ്ധമൊഴികൾ. ചെന്താമരയേക്കാൾ അഴകെഴുന്നോ മുല്ലമൊട്ടിലും സുഗന്ധദായകൻ. ചെന്താമരയേക്കാൾ അഴകെഴുന്നോ മുല്ലമൊട്ടിലും സുഗന്ധദായകൻ. വിരിഞ്ഞ റോസാപുഷ്പത്തിലും സുന്ദരൻ, തുമഞ്ഞിലെ കനർമലൻ. വിരിഞ്ഞ റോസാപുഷ്പത്തിലും സുന്ദരൻ, തുമഞ്ഞിലെ കനർമലൻ. എത്രയും നയന മനോഹരമാണ് പ്രിയനേശു, എൻ ഹൃദയത്തിൻ ആശ്വാസമാം പരിശുദ്ധമൊഴികൾ. പാടിടാം യേശുവിൻ കീർത്തനങ്ങൾ, സാക്ഷിച്ചിടാം വീരപ്രവൃത്തികളെ. യേശുവിൻ കീർത്തനങ്ങൾ, സാക്ഷിച്ചിടാം വീരപ്രവൃത്തികളെ. എന്തിടാം പ്രത്യാശ വചനത്തിൻ നിസി, വന്നിടുമേ വേഗം നമ്മെ ചേർക്കുവാ. എന്തിടാം പ്രത്യാശ വചനത്തിൻ നിസി, വന്നിടുമേ വേഗം നമ്മെ ചേർക്കുവാ. എത്രയും നയന മനോഹരമാണ് പ്രിയനേശു, എൻ ഹൃദയത്തിൻ ആശ്വാസമാം പരിശുദ്ധമൊഴികൾ. എൻ ഹൃദയത്തിൻ ആശ്വാസമാം പരിശുദ്ധമൊഴികൾ. കോമളനും സുന്ദരനുമായ നമ്മുടെ കർത്താവ്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ നന്നായി കരുതുന്ന കർത്താവ് ഒരിക്കൽ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറും വിരൂപമായി തീർന്നു. ആർക്കു വേണ്ടി? അതെ, നാം നശിച്ചു പോകാതിരിക്കേണ്ടത്, നശിച്ചു പോകാതെ നമുക്ക് വേണ്ടി ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു കരുതൽ, മുൻകരുതൽ കർത്താവ് ചെയ്തതാണത്. തന്നിൽ വിശ്വസിക്കുന്നവർക്കുണ്ട് സ്വർഗീയ പൗരത്വം ലഭിക്കാനായിട്ട്, മക്കളും അവകാശികളുമായി നാം തീരേണ്ടതിനായിട്ട് കർത്താവ് അത് ചെയ്തു. അതെ, കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തിട്ട് ഇന്നും വാഴുന്നത് നമുക്ക് വേണ്ടിയാണ്. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട് ആ വലിയവനായ കർത്താവിന് വീണ്ടും വരും. എത്ര നല്ലൊരു പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ വാക്യം
മത്തായി 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായി 6:33.